എൻ്റെ പേര് ശരത് എന്നാണ്. എൻ്റെ അമ്മയുടെ പേര് തങ്കമ്മ. ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് വരുന്നു. എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത എൻ്റെ അമ്മയാണ്. ഞങ്ങൾ 4 വർഷമായിട്ട് എനിക്ക് പുറത്തേക്ക് പോകുന്നൊരു വിസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. 4 വർഷമായിട്ട് ഓരോന്നായിട്ട് ശ്രമിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു 2 റിജക്ഷനൊക്കെ അടിച്ചു. അങ്ങനെ ലാസ്റ്റ് അമ്മയാണ് എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അങ്ങനെ മാതാവിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചു. എനിക്കും ആദ്യമൊന്നും വിശ്വാസമില്ലായിരുന്നു. പിന്നെ പോകെ അമ്മ പറഞ്ഞ് ഞാനങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ലാസ്റ്റ് എനിക്ക് ജർമ്മനിയിലേക്കുള്ള എൻ്റെ വിസ റെഡിയായത്. അപ്പം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കാരണം എനിക്ക് ലാംഗ്വേജ് ഒന്നുമില്ല. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെയാണ് എനിക്കൊരു അനുഭവം ഉണ്ടായത്. എൻ്റെ പേര് തങ്കമ്മ. ഞാൻ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തു നിന്നും വരുന്നു. എൻ്റെ മോന് ഒരു ജോലിക്ക് വേണ്ടി 3-4 വർഷമായി കടന്ന് കഷ്ടപ്പെടുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അനിയത്തിയാണ് പറഞ്ഞത് നമുക്ക് ആലപ്പുഴയിലൊരു പള്ളിയുണ്ട്, അവിടെ പോകാമെന്ന് പറഞ്ഞു. അവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു. 35-ാം പൊക്കം എൻ്റെ കുഞ്ഞിന് ജർമ്മനിയിലേക്ക് വിസ വന്നു. പെട്ടെന്ന് തന്നെ ടിക്കറ്റും കിട്ടി. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പം ചോദിച്ചവരെല്ലാം പോകാനുള്ള പൈസയും തന്നു. ഞങ്ങൾ മാതാവിൻ്റെ ഇവിടുന്ന് പത്രം വാങ്ങി വിതരണം ചെയ്യുന്നു. എവിടെ പോയാലും ആ തൈലം ഉപയോഗിക്കുന്നു, ഉപ്പ് ഉപയോഗിക്കുന്നു, രോഗികളെ കാണുന്നു. ഇനിയും എൻ്റെ കുഞ്ഞ് ജർമ്മനിക്ക് പോകാനായിട്ട് 28-ാം തീയതി പോകണം. ജർമ്മൻ പത്രവും വാങ്ങിയിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി മാതാവിനെ എല്ലാവർക്കും അറിയിപ്പിക്കാൻ വേണ്ടി. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അമ്മയെടുത്ത ഉടമ്പടിയുടെ ഭാഗമായിട്ട്, അതായത് അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം ഈ കൂടെ നിൽക്കുന്ന മകൻ്റെ പുറത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയായിരുന്നു. കുറേ വർഷങ്ങളായിട്ടുള്ള പരിശ്രമമായിരുന്നു. പിന്നെ ഇവിടുന്ന് ഉടമ്പടി വെച്ചതിന് ശേഷം അതിനൊരു മറുപടി കിട്ടി എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഈ മകൻ നിൽക്കുന്നത്. വ്യക്തമായിട്ട് അവൻ തന്നെ അവൻ്റെ കാര്യം വളരെ ചുരുങ്ങിയ വാക്കുകളാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അതായത് വ്യക്തമായിട്ട് ഉടമ്പടിയിൽ അല്ലെങ്കിൽ അസാധ്യമെന്ന് കരുതിയിരുന്നൊരു കാര്യം പ്രാർത്ഥനയിൽ നേടിയെടുത്തു എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഇന്നിവിടെ നിൽക്കുന്നതും. അപ്പം വ്യക്തമായിട്ട് അമ്മയോടൊപ്പം ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും പറ്റുമ്പോഴൊക്കെ അവനെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സാഹചര്യം അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാനുമായിട്ടുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളത് അവൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇനിയും ഉടമ്പടിയുടെ ഈ ഒരു സംരക്ഷണവും സാന്നിധ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ചിലയിടങ്ങളിൽ ഇതുപോലെ ഇപ്പം ഒരു ജർമ്മൻ പത്രവുമായിട്ടാണ് അങ്ങോട്ട് പോകുന്നതെന്നതിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം, ഇൻഡയറക്റ്റ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ നൽകുവാനായിട്ടുള്ളൊരു ആഗ്രഹവുമായിട്ട് പോകുന്നതല്ലാതെ. അപ്പം ജീവിതത്തിൽ ഇതുപോലൊരു ആഗ്രഹവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവൻ നടത്തുന്ന വഴികളിലും ചെന്നെത്തുന്ന ഇടങ്ങളിലുമൊക്കെ ദൈവം സാന്നിധ്യം കൊണ്ടും പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവായ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഈ വ്യക്തിക്കും ഒപ്പം ഈ കുടുംബത്തിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.